കണ്ണൂർ സീനത്തിന് പാടാൻ കഴിവില്ല. അത് അസൂയക്കാർക്ക് മാത്രമാണ്. എന്നെപ്പോലെ ആർക്കും ആയി വരാൻ പറ്റണില്ല. നമ്മൾക്ക് ഇങ്ങനെ പറ്റൂല. പെണ്ണിന്റെ ശബ്ദം മേൽക്കൂര കേൾക്കരുത്, പാതിരാക്ക് വരുന്നത് ആണുങ്ങളാണ് എന്ന് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, ഗായികയായിട്ട് വളരുന്നു, ഒരുപാട് വേദികളിൽ പാടുന്നു. ഈ ബാറിൽ പോയി പാടേണ്ട ആവശ്യം കണ്ണൂർ സീനത്തിനുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അന്ന് ഞാൻ മരിച്ചാളിയൂ. എടാ, അത് കണ്ണൂർ സീനത്തിന്റെ ഗാനമേളയാണ്. നീ എന്തിനാ അവിടെ വന്ന്? എടാ, നീ വിചാരിച്ചത് ഞാൻ ഷഡ്ഡിയും ബോഡി ഇട്ടിട്ട് വരുമെന്നാണ്. വരൂലടാ, ഞാൻ എൻ്റെ മരണം വരെ ഇങ്ങനത്തെ ഡ്രസ്സിൽ നടക്കുള്ളൂ. എന്നിട്ട് ഞാൻ ചെയ്ത പണിയുണ്ട്. ഇന്ന് വരെ ഒരാൾക്കും അത് അറിയില്ല. എൻ്റെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട് ഗൾഫിൽ. ഈ തള്ളക്ക് വയസ്സനകാലത്ത് വരയ്ക്കാതിരുന്നാ പോരെ? കുട്ടിയിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് പാടുന്ന എല്ലാവരും പെരൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടേ? സിനിമാ ലോകം മുഴുവനും പെരൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടേ? ഒരു അഭിമുഖത്തിൽ കണ്ണൂർ സീനത്ത് പറയുന്നൊരു വാക്കുകളുണ്ട്, കുടുംബക്കാരെന്റെ ശത്രുക്കളാണ്. എന്റെ കുടുംബത്തിന് ഞാനൊരു താങ്ങും തണലും അത്താണിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് പറയാം. പൊന്നാര സുഹൃത്തെ, നിന്റെ തന്തല്ല എന്റേത്. നീ ഇത്രയും റീച്ച് ഉണ്ടാക്കിയാ മുതൽ നിന്റെ മക്കളോ നീയോ അത് തിന്നാൻ ഒരിക്കലും നീ ഉദവില്ല. അഥവാ നീ തിന്നാൽ തന്നെ പിന്നൊരു ദിവസം നീ അത് രക്തമായി ഛർദ്ദിച്ചിട്ട് പോണ്ടി വരും. ആയിഷ ബിബിയാൾ മുഞ്ചിൽ ചമൈന്താനി ആനന്ദമേകുന്ന മുന്തും ലിബാസു തുള്ളിക്കരയുള്ള കസവിന്റെ തട്ടവും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഫൺ വിസ്താറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. പഠിച്ച പാഠപുസ്തകത്തേക്കാൾ വലുതാണ് ജീവിതാനുഭവം. പാട്ടാണ് എൻ്റെ ലഹരി. മാപ്പിളപ്പാട്ടിൻ്റെ മൊഞ്ചത്തി, ഒറ്റപ്പേര് കണ്ണൂർ സീനത്ത്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം കേട്ടോ നേരിൽ കാണാൻ സാധിച്ചതിൽ. എനിക്കും നല്ല സന്തോഷമുണ്ട്. ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്തെ എന്നാ എനർജിയാ. ഇപ്പൊ ഇങ്ങനെ ആയിരുന്നെ ആയ കാലത്ത് എന്തുവായിരുന്നു? ഒരുപാട് ലൈൻ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. ഇല്ല. പക്ഷെ പുറകെ ഒരുപാട് പേര് വന്നിട്ട് അതിന് ഒരുപാട് ലൈൻ ഉണ്ടാക്കാനുള്ള സമയം തന്നിട്ടില്ല. 10-13 വയസ്സിലെടുത്ത് കല്യാണം കഴിപ്പിച്ച് പിന്നെ ഇവിടെ ലൈൻ ഉണ്ടാവാ. എന്നാലും പുറകെ നടന്നിരുന്നു ഒരുപാട് ആള്. വരുന്നവരോട് എന്താ പറഞ്ഞിട്ടുള്ളേ? അതൊന്നും എനിക്കറിയില്ല. നീ അത് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നല്ലേ? അങ്ങനെയില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, സ്റ്റേജിനെ പിടിച്ച് കുലക്കുന്നു. തീർച്ചയായിട്ടും ഒരു വേദി തന്നാൽ അതിൽ മിണ്ടാതെ ജാട പിടിച്ചിരിക്കുന്നവർ കാണും, പല സ്വഭാവക്കാർ കാണും. കണ്ണൂർ സീനത്ത് വരുമ്പം ആ വേദി ഒന്ന് കുലുങ്ങും. അതിന്റെ മാജിക് എന്താ? പ്രത്യേകിച്ചിട്ട് മാജിക് ഒന്നുമില്ല. എൻ്റെ നല്ല മനസ്സാണ് വിജയം. തീർച്ചയായിട്ടും. ഉറപ്പാ? തീർച്ചയായിട്ടും. ഞാൻ മനസ്സ് മാത്രമല്ല എൻ്റെ കഴിവും. എനിക്ക് എൻ്റെ അല്ലാതെ തന്ന കഴിവ്. അപ്പോഴും ചില കമന്റുകൾ ഈ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, കണ്ണൂർ സീനത്തിന് പാടാൻ കഴിവില്ല. ഇല്ലേ എന്ന് പറയുന്നവരോട് എന്താ പറയുള്ളത്? ഇല്ലാണ്ടാണ് ഇത്രയും ജനങ്ങൾ എൻ്റെ ആരാധകരായി മാറുന്നത്, ഇത്രയും ലോകം മുഴുവൻ എന്നെ വിളിക്കുന്നത്. ഒരൊറ്റ ദിവസം എനിക്ക് ഒഴിവില്ല. പാടാൻ കഴിവില്ല എന്നിട്ടാണോ? അത് അസൂയക്കാർക്ക് മാത്രമാണ്. എന്നെപ്പോലെ ആർക്കും ആയി വരാൻ പറ്റണില്ല. അതിൻ്റെ പേരിലുള്ള അസൂയാണ്. കണ്ണൂർ സീനത്തിന് ശത്രുക്കളുണ്ടോ? എനിക്ക് അറിവിലില്ല. എന്നെ അറിയാതെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നോടെല്ലാവരും നല്ല മാതിരിയാണ്. ഒരു അഭിമുഖത്തിൽ കണ്ണൂർ സീനത്ത് പറയുന്നൊരു വാക്കുകളുണ്ട്, കുടുംബക്കാരെന്റെ ശത്രുക്കളാണ്. അല്ല, അത് കറക്റ്റ് പറയണം എന്താന്നുള്ളത്. ശത്രുക്കളാണോ? അല്ലല്ല. എനിക്ക് അത്ര വലിയ എനിക്ക് ആകെ ഒരു ജ്യേഷ്ഠത്തി, 2 ജ്യേഷ്ഠത്തിമാർ ഒരു അനിയത്തിയാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠത്തി മരിച്ചു, ഇനി ഒരു ജ്യേഷ്ഠത്തി. എൻ്റെ ഉമ്മയാണായി, ഇനി എൻ്റെ അനിയത്തി, അതെൻ്റെ മോളാണ്. എൻ്റെ കുടുംബക്കാരെ പറ്റി പറഞ്ഞതല്ല. എൻ്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന സമയത്ത് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ പാട്ടിന് ഇറങ്ങിയപ്പോൾ നിങ്ങളെ കുടുംബക്കാർ എങ്ങനെയായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്തിനോന്ന്. ഒരു നല്ല കുടുംബം ആയതുകൊണ്ട്, അവർ ദീനിബോധമുള്ള കുടുംബം ആയതുകൊണ്ട്, അവർ പാതിരാക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ഞാൻ വരുന്നത് കൊണ്ട് നമ്മൾക്കിങ്ങനെ പറ്റൂല. പെണ്ണിൻ്റെ ശബ്ദം മേൽക്കൂര കേൾക്കരുത്, പാതിരാക്ക് വരുന്നത് ആണുങ്ങളാണ് എന്ന് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനല്ല കണ്ണൂർ സീനത്ത് അവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്റെ കുടുംബക്കാർ എനിക്ക് സപ്പോർട്ടാണ്. ഇപ്പൊ അങ്ങനല്ല പറഞ്ഞത്. അതും പണ്ടാണ്, ഇപ്പോഴല്ല. അങ്ങനെയാണ് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. അന്ന് കാലഘട്ടമല്ല ഇന്ന്. ജനറേഷൻ മാറി, കാലഘട്ടം മാറുന്നതിൽ കണ്ണൂർ സീനത്ത് എന്ന് പറയുന്ന ഗായിക വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുടുംബക്കാർ സപ്പോർട്ടല്ല. അന്നല്ല, അത് വ്യക്തമായിട്ട് പറയണമായിരുന്നു. എന്ത് അന്ന് ഞാൻ പറയുന്നുണ്ട്, എന്റെ കുടുംബക്കാർ സപ്പോർട്ട് ആവട്ടെ, സപ്പോർട്ട് അല്ലാതിരിക്കട്ടെ. എന്റെ കുടുംബത്തിന് ഞാനൊരു താങ്ങും തണലും അത്താണിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ചെയ്യാൻ പറ്റുമോ? എന്റെ കുടുംബത്തിന് ഞാൻ എന്താ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ചെയ്തു കൊടുക്കുന്ന മാതിരി ഞാനല്ല പറഞ്ഞത്. അല്ല, ആയിക്കോട്ടെ, കണ്ണൂർ സീനത്ത് തന്നെ പറഞ്ഞത്. അതൊരു ഇതിൽ നിങ്ങൾ ഇത്ര വെല്ലം ഇതാക്കുക, നിങ്ങൾക്ക് റീച്ചിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്? ഞാൻ പൊതുസമൂഹത്തിൽ പൊതു ലോകത്തിനോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുടുംബം എനിക്ക് എതിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കണ്ട.
ഞാൻ അതൊരു തമാശ രൂപത്തിൽ അവരോട് ചോദിച്ചപ്പോൾ അതൊരു ചിരിച്ചിട്ട് പറഞ്ഞത്, നിങ്ങളത് വല്ല കാര്യമാക്കി റീച്ചിന് വേണ്ടി അതിനെക്കാണാൻ നല്ല വേറെ പണിക്ക് പോയിക്കൂടെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പിന്നാലെ നടക്കണേ? ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു, ഗായികയായിട്ട് വളരുന്നു, ഒരുപാട് വേദികളിൽ പാടുന്നു. ഈ ബാറിൽ പോയി പാടേണ്ട ആവശ്യം കണ്ണൂർ സീനത്തിനുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അന്ന് ഞാൻ മരിച്ചാളിയൂ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, എന്താണ് ഒരു നല്ല വീടില്ലാതെ ജീവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല വീടുണ്ടായിരുന്നില്ല, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, നല്ല വസ്ത്രം ഉണ്ടായിരുന്നില്ല, എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇങ്ങനെ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് ഇത്രയും പ്രോഗ്രാമും ഇത്രയും എല്ലാം റബ്ബ് എനിക്ക് തന്നിട്ട് ഞാൻ എന്തിനാ ബാറിൽ പോയി പാടണേ? ബാറിൽ പോയി പാടുന്നെന്ന് ആളുകൾ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, കേരളത്തിലൊരു സ്ഥലത്ത് എന്നെ പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് പ്രോഗ്രാം നടത്തുന്നത് എന്നുള്ളത് എനിക്ക് ശരിക്കും ചോദിക്കാം. ഈ കർണാടകയിലും ബോംബെയിലും ചെന്നൈയിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ എന്താണ് അവർ പറഞ്ഞത്, അതിൻ്റെ പേര് എന്ത് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പമ്പ് പബ്ബ് പബ്ബ് എനിക്കറിയില്ല. ഞാൻ ദോഹയിൽ വന്നിറങ്ങി, എൻ്റെ ഓർഗനൈസർമാർ വന്ന് കൂട്ടി എന്നെ റൂമിൽ കൊണ്ടാക്കി. അപ്പോഴേക്ക് എൻ്റെ കൂടെ പാടുന്ന പെണ്ണും ചെക്കനും ഭർത്താവും വന്നു. ഞങ്ങൾ ഒന്നായിട്ട് ഒരു റൂമിൽ നിന്നു. 9 മണിക്ക് നമ്മൾ 9:30 സ്റ്റേജിൽ കയറുന്നു, 10:00 ഞങ്ങൾ ഇറങ്ങുന്നു. ഇതാണ് അവിടെ അവിടെ ബാറാണോ പബ്ബാണോ ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ AC ഉണ്ടോ VCR ഉണ്ടോ TV ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കാറില്ല. ഞങ്ങളെ പാട്ടിന് ബുക്ക് ചെയ്താൽ ഞങ്ങൾ വരും, ഞങ്ങൾ പാടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇപ്പം ഇതുകൊണ്ടൊരു പാടാണ്. ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എന്നുള്ളത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്കിത്. അതായത് കണ്ണൂർ സീനത്ത് പറയുന്നത്, ഞാൻ സ്ഥലം നോക്കിയിട്ടല്ല പോകുന്നില്ല, എൻ്റെ പാട്ടിനെ വിളിക്കുമ്പോൾ ഞാൻ പോയി പാടുന്നു. തീർച്ചയായിട്ടും ഇതിപ്പോ പറഞ്ഞതിന് ശേഷം എന്നെ അറിയാത്ത ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തു. പരിപാടികളുണ്ട്. തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം എനിക്ക് ഒഴിവില്ല. ഇതുപോലത്തെ അവരാണ് ഞരമ്പ് രോഗികൾ, ഞങ്ങളല്ല. ഓൻ ജീവിക്കുന്നത് എന്നെ പോലെയുള്ളവരെ വിറ്റിട്ടാണ്, പെറിച്ചു തിന്നിട്ടാണ് ഓൻ്റെ കുടുംബം ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ പോയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടിയിട്ടാണ്. രണ്ടാളും ജീവിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അവൻ അവിടെ എന്തിനു വന്നേ? ബുർദ കാണാനാണോ അവൻ വന്നത്? ഓൻ ഇസ്ലാമിക ശരീഅത്ത് നിയമം പഠിക്കാനാണോ അവിടെ വന്നത്? ഓൻ എന്തിനാ ബാറിൽ വന്ന്? അതൊരു ബാറാണെങ്കിൽ, അത് അങ്ങനെയുള്ളൊരു സ്ഥലമാണെങ്കിൽ, അവനൊരു മുസ്ലിം ആണെങ്കിൽ, ഞാൻ കയറുമ്പോൾ അവൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനിക്ക് വന്നിട്ടൊന്ന് എന്നോട് പറയായിരുന്നില്ലേ, സീൻതാത്ത ഇത് ഇന്ന സ്ഥലമാണെന്ന്? അവൻ എന്തിനു മാറി നിന്ന്? അവനവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താണ്? അത് പിന്നീടാണ് ഞങ്ങൾ അറിയണത്. ഇവൻ വലിയൊരു ഇതിലേക്ക് എന്നെ ട്രാപ്പിൽ കൊടുക്കാൻ നോക്കിക്കണേ. ഇവൻ ആരാണ് ഈ ചങ്ങായി? എനിക്കും അവനോടൊരു എതിർപ്പില്ല, ഞാൻ വ്യക്തിപരമായിട്ട് അവനായിട്ടൊരു ദേഷ്യമില്ല. അള്ളാഹുവാണ് സത്യം, ഇവനെ എനിക്ക് അറിയില്ല. ഇവൻ എന്തിനാ അവിടെ വന്ന്? അവിടെ ബുർദയാണോ നടന്നത്? അല്ല ഇസ്ലാം പിന്നെ എന്താണ് ശരീഅത്ത് നിയമപ്രകാരമുള്ള ബാല് നടക്കുന്നുണ്ട് അവിടെ. എടാ അത് കണ്ണൂർ സീനത്തിന്റെ ഗാനമേളയാണ്, നീ എന്തിനാ അവിടെ വന്ന്? പിന്നെ ഞാൻ ഇട്ട നിസ്കാര കുപ്പായത്തിന് അവൻ പറയണ്, എടാ നീ വിചാരിച്ചതിന്റെ ഷഡ്ഡിയും പൊടി ഇട്ടിട്ട് വരുമെന്നാണ്. വരൂലടാ, ഞാൻ എൻ്റെ മരണം വരെ ഇങ്ങനത്തെ ഡ്രസ്സിൽ നടക്കുള്ളൂ. നിന്റെ വിചാരം എൻ്റെ അടുത്ത് നടക്കൂല. നീ എന്നല്ല, ഇതിനാ കാണാൻ വല്ല പിന്നെ പെരുന്നാൾ വന്നിട്ട് മൂത്താപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നിട്ടുണ്ട് ഇന്നെപ്പോഴത്തെ ഒരു ഇത് വന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ള തള്ള ഇത് ഞാൻ പറയാൻ വരുവാണ്. ഈ കണ്ണൂർ സീനത്ത് ഇപ്പൊ ആ വ്യക്തിയോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ വാക്കി ഞാൻ പറഞ്ഞോട്ടെ, നിന്റെ തന്തയല്ല എൻ്റെ തന്ത. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ നീ കൊടുക്കണ ഈ ചോറ്, നീ കലാകാരന്മാരാ. ഇത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരുപാട് യുവതലമുറകൾ വളരാനുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ പല സ്ഥലങ്ങളിലും പോയിട്ട് പാടുന്നുണ്ട്. എൻ്റെ സഹപ്രവർത്തകരോട്, കലാകാരന്മാരോട് നിങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെയുള്ള കാബാലികന്മാർ പല സ്ഥലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് ഞങ്ങളെ തകർക്കാൻ നമ്മൾ പോലും അറിയുന്നില്ല. ഞങ്ങൾ അറിയുന്നില്ല ഇവൻ ഇങ്ങനെ ചെയ്യും. ഞാൻ അവിടുന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ കാണുന്നത് ഇതാണ്. ഞാൻ നേരെ ഇറങ്ങിയ പാടില്ല, ഇവൻ ഒരു നേരം കൊണ്ട് ഇത് എങ്ങനെ ഇവൻ ചെയ്തെടുത്ത്. പൊന്നാര സുഹൃത്തെ, ഞാൻ നിന്നെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് എന്നോട് സംസാരിക്കണേ. ചീത്ത വിളിക്കാൻ നീ അദ്ദേഹം പറഞ്ഞ പോലെ നിന്റെ തന്ത അല്ല എൻ്റെത്. അതുകൊണ്ട് ഞാൻ പറയണേ, നീ വിറ്റത് എൻ്റെ ഇറച്ചിയാണ്. ഞാൻ ജീവിക്കുന്നത് പാട്ട് പാടിയിട്ടാണ്. രണ്ടാളും രണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് നീ കൊടുത്തിട്ടുണ്ടാക്കിയ കുറച്ച് എഴുതിയിട്ടിടാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് പൈസ കൊടുത്തിട്ട്. ഇപ്പം ഞാൻ അറിഞ്ഞത് പിന്നെ 5 ലക്ഷം വാങ്ങിയിട്ടാ ആരോടോ പൈസ മേടിച്ചു, പൈസ മാർച്ചെന്നാണ് ഞാൻ അറിയണത്. എന്നോട് 2-3 കോൾ വിളിച്ചിട്ട് എന്നോട് ഇപ്പൊ 2 ലക്ഷം 3 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ അറിയാത്ത സംഭവമാണ്, ആൾക്കാർ വിളിച്ചു അറിയുന്നതാണ്. ഈ കണ്ണൂർ സീനത്തിന് ഇത്രമേൽ ശത്രുക്കൾ വരാൻ എന്ത് തെറ്റാ? ആരാണ് കണ്ണൂർ സീനത്തിന് ശത്രുക്കൾ ഉള്ളത്? ഇവനല്ലാതെ വേറെ ആരാണ് എന്നെ ശത്രുത പറയുന്നത്? ഇവനാക്കിയ ആള് കമന്റ്സ് ഇടുന്നത്. ഞാൻ എത്രയോ ഇപ്പൊ മില്ലേനിയത്തിന്റെ, ഇപ്പോഴല്ല മില്ലേനിയത്തിൽ ഞാൻ പാടിയത്, മില്ലേനിയത്തിന്റെ പടം എന്നെ ആദ്യം വളരെയധികം ഈസ്റ്റ് വെസ്റ്റ് വിജയേട്ടൻ, മില്ലേനിയം, ഇവരൊക്കെ തന്നെയാണ് എന്നെ. പിന്നെ ആരാണ്
നമ്മളെ ബാബുക ബാപ്പു പള്ളിപ്പറമ്പ് അല്ല, അവരൊക്കെ തന്നെയാണ് എൻ്റെ പാട്ട് രംഗത്ത് വളരെ ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നു. വി എം കുട്ടി മാഷ്, വിളയിൽ ഫസീൽ താത്ത, റംല ബീഗം, മൂസ എരഞ്ഞോളി. ഞാൻ ഒരു കാര്യം പറയട്ടെ, മൂസ എരഞ്ഞോളി എന്ന് പറയുന്ന ആ മഹാവ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആരും എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എനിക്ക് ശബ്ദം ഉയർത്തുമായിരുന്നു. കാരണം അത്ര മോളെ പോലെ കൊണ്ട് നടന്നതായിരുന്നു. ഇന്ന് ഒറ്റയ്ക്കാണോ ജീവിതത്തിൽ? അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കല്ലേ, ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടോ? എന്നാലും ഈ ഒറ്റപ്പെടൽ ഭയങ്കര ഒരു വേദനയാണോ? തീർച്ചയായിട്ടും അത് ആർക്കായാലും വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവും. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ പാട്ടുപാടി തിരിച്ച് റൂമിലെത്തിക്കാനും വീട്ടിലെത്തിക്കാനും നമ്മൾ ആലോചിക്കുന്ന ഒരു ആലോചന ഉണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റുമോ? നമ്മൾ അനുഭവിക്കുന്ന വേദന നമ്മൾ താങ്ങി നടക്കുക. നമുക്കൊരിതുണ്ട്, നമ്മുടെ ജ്യേഷ്ഠത്തിയനിയത്തിമാർ, നമ്മുടെ മക്കള്, നമ്മുടെ പേരക്കുട്ടികൾ, പിന്നെ പറയുന്ന തള്ള ഉണ്ടല്ലോ, പൊന്നാര ചങ്ങായിമാരൻ, ആ തള്ള തന്നെയാണ്. 9 പേരക്കുട്ടികളുടെ ഉമ്മാമയാണ്. പിന്നെ എന്റെ മക്കൾക്ക് 9 പേരക്കുട്ടികളുണ്ട്. പിന്നെ അതും അല്ല കഴിവല്ലേ? എന്നാലും ചിലർ കമന്റ് ബോക്സുകളിൽ എഴുതുന്നതേ ഈ തള്ളക്ക് വയസ്സാം കാലത്ത് വരയ്ക്കാതിരുന്നാ പോരെ, കുട്ടിയിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുന്ന എല്ലാവരും പെരന്റെ ഉള്ളിൽ ഇരിക്കണ്ടേ? സിനിമാ ലോകം മുഴുവനും പെരന്റെ ഉള്ളിൽ ഇരിക്കണ്ടേ? കലാകാരന്മാരോട് തർക്കിക്കാൻ ഇവരായിട്ടില്ല, ഇവര് വരണ്ട. ഇവര് തന്നെയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. അത് ഇവനെപ്പോഴത്തെ ആളല്ല. ഇവൻ എന്തിനാണ് ആടെ വന്നത്? ഈ ഒരു നേരം കൊണ്ട് ഇപ്പം വന്നത് എന്തിനാണ്? ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടോ ശരിക്കും? ആർക്ക്? എൻ്റെ മടിയിൽ കനയില്ല, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണ്? ഒരു തരി പോലും. ഇതിനു മുമ്പ് എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് വിഷമം വരാറുണ്ട്. ഇതിലൊരു തരി പോലും എനിക്ക് വിഷമമില്ല. എന്നെ ഒരുപാട് ചാനലുകാർ വിളിച്ച് ഇന്റർവ്യൂക്ക് വേണ്ടി. വരൂല പറഞ്ഞു. ഞാൻ എന്തിനാ വരുന്നേ? ഞാൻ പോവില്ല പറഞ്ഞു. എനിക്ക് അവനൊരു വാക്ക് പറഞ്ഞു അതിൻ്റെ അടുത്ത്, ഇതിൽ കണ്ണൂർ സീനത്ത് വന്നിട്ട് മറുപടി തന്നേ മതി. എന്താണ് ഞാൻ രാഷ്ട്രീയത്തിലുള്ളത്? എനിക്ക് ഞാൻ മറുപടി തരാൻ? ഇതെന്താ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റിന്റെയും ഇന്ത്യക്കും രാഷ്ട്രീയ? ഞാൻ മറുപടി കൊടുക്കാൻ? എപ്പോഴെങ്കിലും കണ്ണൂർ സീനത്തിന് തോന്നിയിട്ടുണ്ടോ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്രയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നതെന്ന്? ഇല്ല, അങ്ങനെ ഒരു ജാതിനും ഒരു മതത്തിൽ ഇതിൽ കൊണ്ടുവരരുത്. മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് എന്താണ്? അതല്ല, ഇപ്പൊ മുസ്ലിം ആയതുകൊണ്ട് ഇപ്പം ബാറിന്റെ കേസ് പറഞ്ഞല്ലോ, അപ്പൊ അത് ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കൾ മാത്രമാണ് പോയിട്ട് ബാറിൽ പോയിട്ട് കള്ളുപിടിക്കണേ? അല്ല, മുസ്ലിമുകളില്ല. എടോ, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ചെയ്യും, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. അവിടെ മുസ്ലിം ആണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനോ ഒന്നുമില്ല. ഒരേ ജാതി, ഒരേ മതം, ഒരേ നെറ്റിലെ പൂക്കള്, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അതുകൊണ്ടല്ല എന്നെ എല്ലാവരും ഏറ്റെടുക്കണേ. അന്ന് പാട്ട് പാടിയപ്പോൾ എന്നെ ശരിക്കും മുസ്ലിമീങ്ങൾ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ശരിക്കും. ഇന്ന് എന്നെ ലോകം മുഴുവനും പോകുമ്പോൾ എൻ്റെ മുസ്ലിമീങ്ങൾ മാത്രമല്ല എനിക്ക് സപ്പോർട്ട്, എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട മാത്രം ചെറിയ 1 വയസ്സ് തൊട്ടുള്ള കുട്ടികളടക്കം എനിക്ക് ആരാധകരാ. അവരെന്തോ വിളിക്കുന്ന പേര് ആയിഷ ബീവി. ആയിഷ ബീവി മുഞ്ചത്തി അല്ലേ? പിന്നെ ആയിഷ ബീവിന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ ആയിഷ ബീബി എന്നുള്ള പാട്ട് ഞാനൊരു ആയിഷ ബീവിനെ വർണ്ണിക്കുകയാണ്. ആയിഷ ബീബിയാൾ മൊഞ്ചിൽ ചാമനാന് ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ. കേൾക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. റെഡി? ആയിഷ ബീബിയാൾ മൊഞ്ചിൽ ചമൈന്താന് ആനന്ദമേകുന്ന മുന്തും ലിബാസുകൾ, പട്ടാലയുള്ളൊരു പൈജാമു ജുബയും പുള്ളിക്കരയുള്ള കസവിന്റെ തട്ട. ഒരു മിനിറ്റ്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി ഒരിക്കലും ഇത് ഉപയോഗിച്ചിട്ടില്ല. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്രയും ദരിദ്രമായി ജീവിച്ച കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു ആയിഷ ബീവിനെ കുറിച്ച് മാത്രമാണ്. എൻ്റെ ബാപ്പുക്ക പാട്ട് എഴുതിയതും ഒരു ആയിഷ ബീവിനെ കുറിച്ചിട്ടാണ്. ഒരു കല്യാണ പാട്ടാണത്. പക്ഷെ അതിൻ്റെ ലാസ്റ്റ് വരി എത്തുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഈ ആയിഷ ബീവി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവിനെ പോലെ ആകുന്നു. എല്ലാം അണിഞ്ഞൊരുങ്ങിയപ്പം ഞങ്ങൾ ആയിഷ ബീവിനെ കണ്ടിട്ടില്ല. നമ്മളെ ഭാവനയിലാണ് നമ്മുടെ ആയിഷ ബീവി. നമ്മൾ അതിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കേണ്ടവരാണ്. പക്ഷെ അവിടെ ലാസ്റ്റ് അവിടെ പറയുന്നത് എന്താ അറിയോ? നബിൻ്റെ ഇത് പറയും, ബാപ്പ കൊടുത്ത മുന്തിരി നീട്ടുന്നു, ബാപ്പ പറഞ്ഞ വാക്കുകൾ ഓതുന്നു, സ്വർഗപ്പുതുന്നാരി ആയിഷ ബീവിയാൾ. അതാണ് സ്വർഗപ്പുതുന്നാരി ആയിഷ ബീവി, സ്വർഗപ്പു രാജാന്റെ സൗജത്ത് ആയിഷ. അതുവരെ വരുന്നത് ഒരു ആയിഷ ബീവിനെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ സ്ത്രീകൾക്കുള്ള അപവാദങ്ങൾ സൂറത്തിൽ 100 എടുത്ത് നോക്കിയാൽ അറിയാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹുവിന് വരെ അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. എന്തിനാണ് ഇങ്ങനെ വെറുതെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നിനും വരുന്നില്ല. പക്ഷെ നിങ്ങളൊന്നും ഓർക്കണം പറയുമ്പോ, സഹോദര എനിക്കുണ്ട് ഒരു കുടുംബം, എനിക്കുണ്ട് മക്കള്, പക്ഷെ കുട്ടികള് കുടുംബം ഇല്ലെന്നാ പറഞ്ഞത് അഭിമുഖത്തില്. മിണ്ടാതിരുന്ന ആകെ ഒരു ഏട്ടത്തേരിയെത്തിയാണ്, അതിന് ഇല്ലാണ്ടാക്കണ്ട പാവം. അല്ല, ശരിക്കും അന്ന് പറഞ്ഞപ്പോ കുറെ വിമർശനങ്ങൾ വന്നു. ആരും വിമർശിച്ചിട്ടില്ല.
ഏതോ ഒരു ഉസ്താദ് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ തോന്നിപ്പോയി. നമ്മൾ ഉസ്താദ്മാരെ നിന്ന് പറയണ്ട. അദ്ദേഹം പറയുന്ന വെച്ചാൽ നിങ്ങൾ കുടുംബക്കാരെ കുറ്റം പറയണ്ട, നിങ്ങൾ കുടുംബക്കാരെ കുറ്റം പറയണ്ട, നിങ്ങൾ പിന്നെന്താണ് കുടുംബക്കാർ അന്ന് അദ്ദേഹം പറയണത്. അദ്ദേഹം ഒരു ഇസ്ലാമിക പ്രഭാഷകനായതുകൊണ്ട് കുടുംബത്തിനെ പറഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും താങ്ങും തണലും നമ്മളെ കുടുംബമാണ്. തീർച്ചയായിട്ടും അല്ലേ? ആണ്. അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ അത് വല്ല ആലോചിച്ചിട്ടൊന്നുമില്ല. അങ്ങനല്ല പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ? അല്ല, അവര് ചോദിച്ചത് പ്രോത്സാഹനം തരുത്തുണ്ടോന്നാണ്. അവര് പ്രോത്സാഹിപ്പിക്കൂല. ഇന്നല്ല കേട്ടോ, എൻ്റെ ഉമ്മ ഉപ്പ പ്രോത്സാഹിപ്പിക്കോ? എൻ്റെ ഉമ്മ ഉപ്പ പിന്നെ എൻ്റെ കൂടെ തന്നെയല്ലേ ഇനി? ആ, എൻ്റെ ഉപ്പാനെ ഞാൻ ഖത്തറിൽ കൊണ്ടുപോയി, എൻ്റെ ഉപ്പാനെ ഞാൻ ഹജ്ജിന് അയച്ച്. ഞാൻ വളരെ ചെറുതിൽ വളരുന്ന സമയത്ത് എൻ്റെ ഉപ്പ ഒരു യൂണിയൻ തൊഴിലാളിയായിരുന്നു. അതും സിമെന്റ് പേറുന്നതാണ് എൻ്റെ ഉപ്പ. 4 പെൺകുട്ടികളാണ് ഞങ്ങൾ. അന്ന് എൻ്റെ ഉപ്പ ഞാൻ വളരെ ചെറുതിൽ എൻ്റെ ഉപ്പ സിമെന്റ് ചുമലിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു രംഗം കണ്ട് അന്ന് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ വെച്ചിട്ട് ശപഥം ചെയ്തതാണ്, ഉപ്പാക്ക് 3 പെണ്ണും ഒരാണാണെന്ന്. എന്നിട്ട് ഞാൻ ചെയ്ത പണിയുണ്ട്. ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട് ഗൾഫിൽ. അത്ര അനുഭവിച്ചിട്ടുണ്ട്. ആ ഉപ്പയുടെ സങ്കടം കാണുമ്പോളേ ചിന്തിച്ചിരുന്നോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ രക്ഷപ്പെടും? ഓൻ പറഞ്ഞത് കൊണ്ടല്ലട്ടാ ഞാൻ കരയണേ. എൻ്റെ ഉമ്മാനിപ്പാരും എനിക്ക് നല്ല ജന്മം തന്ന ഉമ്മയും പാപ്പയുണ്ട്. ഈ മക്കളെ വളർത്താൻ അവർ അത്രയും കഷ്ടപ്പെട്ടോ? അവരത്രക്കും കഷ്ടപ്പെട്ടു. 4 പെൺമക്കളല്ലേ. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരിൽ 1 സെന്റ് സ്ഥലമില്ലടോ. അവർ മരിക്കുന്നവർ 1 സെന്റ് ഭൂമി അവരെ പേരിലില്ല. ഈ മക്കള് നന്നായ ഞങ്ങളെ കൂടെ മാത്രമേ ഞങ്ങൾ ഉമ്മയിപ്പിക്കൂ. ഞങ്ങളെ നഷ്ടവും ഞങ്ങളുടെ മാതാപിതാക്കളാ. അന്ന് ഞാൻ ശപഥം ചെയ്തതാ, എൻ്റെ ഉപ്പ ഞാൻ സ്വന്തം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും 3 പെണ്ണും ഒരാണുമാണെന്ന്. അന്നിറങ്ങിയതാ ഞാൻ. ആ യാത്രകൾ എളുപ്പമുള്ള വഴികളായിരുന്നോ? ഇല്ല. അതെങ്ങനെയാ? അന്ന് ഒരു സാരി കൊണ്ടുപോയിട്ട് ഒരു ചൂര്യതാറ അടിച്ചിട്ടിട്ട് രംഗം എനിക്കറിയുള്ളൂ. ഒരു നല്ല ഡ്രസ്സ് ഇടാൻ എനിക്കറിയില്ല. ഇല്ല, ഒരു ഹോർലിക്സിന്റെ കുപ്പി വാങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള കഴിവില്ല എനിക്ക്. ഇതെല്ലാം അല്ല എനിക്ക് ഇപ്പൊ തന്നു. പിന്നെ ഞാൻ എന്തിനാ ബാറിൽ പോയി പാടണ്? ബാറിൽ പാടിയിട്ടല്ല കേട്ടാ ഞാൻ എൻ്റെ ഉമ്മാനിപ്പനി ഓർത്തിട്ടാ. ഞാൻ ഗൾഫ് രാജ്യത്ത് അറബി വീട്ടിൽ പണിക്ക് പോയിട്ടുണ്ട്. ഇന്ന് വരെ ഒരാൾക്കും അത് അറിയില്ല. എൻ്റെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ പരാജയപ്പെട്ട് റാസൽ കേമ റേഡിയോ സ്റ്റേഷനിൽ എന്നെ പാടാനാക്കി. അവിടെ ഞാൻ പാടി. എന്നിട്ട് അവിടെ ഞാൻ തിരിച്ചു വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് കഥകളുണ്ട്. ഇന്ന് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ്. നിങ്ങളെ ഞാൻ ഇന്നിവിടെ എന്താ പറയുക, അത്ര സന്തോഷമുണ്ട് ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന ഈ കണ്ണൂർ സീനത്ത് ചില ആളുകളുടെ മനസ്സിൽ ഇപ്പം പൊട്ടി വീണ് മുളച്ചാന്നൊരു ധാരണയുണ്ട്. അല്ല, അത്രയും കഷ്ടപ്പെട്ടു. 35 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. 35 വർഷം. എൻ്റെ അസീസ് തൈനേരി, എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഗുരുനാഥൻ, എൻ്റെ വിയൻകുട്ടി മാഷ്, എൻ്റെ മൂസക്ക, പീർക്ക, റംലാബിക, ഫസീൽ താത്ത, പീർ മുഹമ്മദ് ക, അവരൊക്കെ ജീവനാണ് ഞാൻ. അവരൊക്കെ മകളാണ് ഞാൻ. അത്ര സ്നേഹത്തിലാണ് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ കൊണ്ടു നടന്നത്. പണ്ടൊരു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു മതപണ്ഡിതൻ വളരെ മോശമായിട്ട് പറഞ്ഞു, എന്താണ് ഇവിടുന്ന് ആധാരം അണയാൻ വെച്ചിട്ടും പൊന്നു അണയാൻ വെച്ചിട്ടും ഭാര്യയുടെ കെട്ടുതാലി വിറ്റിട്ടും ഗൾഫിലേക്ക് പോയിട്ട് അവിടെ പാട്ടുകാർ കൊണ്ടുവന്നിട്ട് ഈ പൊന്നൊക്കെ കൊണ്ടുപോയിട്ട് പാട്ടുകാർക്ക് കൊടുക്കണമെന്ന്. പാടി ബിലാൽ എന്ന വാച്ചൂരി സീനത്തിൻ്റെ കഴുത്തിൽ അണിയിക്കുന്നൊക്കെ. പക്ഷെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം വേറൊരു വാക്ക് പറഞ്ഞു, മൂസ എരന്റോളി ഡിസ്കോ ഡാൻസ് കളിച്ചിട്ട് പാടുന്നെന്ന് ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു മതപ്രസംഗത്തിൽ. അന്ന് ഞാൻ പ്രതികരിച്ചു. അന്ന് പ്രതികരിച്ച മറുപടി എന്തായിരുന്നു? അന്ന് പ്രതികരിച്ചത്, മൂസക്ക അങ്ങനെ പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കണത് നിങ്ങൾ കണ്ടിനോ? അന്ന് പ്രതികരിച്ചതിന് എന്നെ അദ്ദേഹം പറഞ്ഞത് എന്തറിയോ? ചങ്ങരംകുളം നാട്ടിൽ താമസിക്കുന്ന സുന്ദരി, നീ മരിച്ചാൽ നിന്റെ മയ്യത്തിൽ 1 പിടി മണ്ണ് വാരി ഇടാൻ ആളുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വിളിച്ചിട്ട്, ഞാൻ ഖിയാമത്ത് നാളിലാണോ മരിക്കുക? എല്ലാവരും മരിച്ചിട്ടാണ് 1 പിടി മണ്ണ് വാരാൻ ആളിങ്ങനെ എല്ലാവരും മരിച്ചിട്ടല്ലേ മരിക്കുക? അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു പോയിനോന്ന് ചോദിച്ചു. പറഞ്ഞു പോയിനോന്നല്ല, പറഞ്ഞിട്ട് നിങ്ങളും അറിവുള്ളവരാണ്, പക്ഷെ നമ്മളൊന്നും അറിയാത്തവരാണ്. പക്ഷെ ഓരോ മനുഷ്യൻ്റെ മനസ്സും വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ പറയലി? ഞാൻ അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ഈ എപ്പോഴെങ്കിലും ഈ തുറന്നു പറച്ചില് അല്ലെ കൊടുക്കേണ്ട മറുപടികള് ഇതൊക്കെ ഈ പറയുമ്പം ജീവിതം ഇല്ലാതായി പോയി അല്ലെ ശത്രുക്കളുടെ എണ്ണം കൂടിയെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തിന്?
ഞാൻ ഉള്ളതല്ലേ പറയുന്നുള്ളൂ. എനിക്ക് ശത്രുക്കൾ കൂടൂല, എനിക്ക് ശത്രുക്കൾ ഇല്ല. എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. എനിക്ക് എവിടെ ഒരു ശത്രുക്കളില്ല. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ. ഇല്ലില്ല. ആര്? സഹപ്രവർത്തകരോ? അവരൊന്നും പറയരുത് കേട്ടോ, അവരെ നല്ല ആൾക്കാരാണ്. ആരും എനിക്ക് അള്ളാഹുവാണ് സത്യം. എൻ്റെ സഹപ്രവർത്തകര്. ഞാനിപ്പം നേരത്തെ താങ്കളോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മറ്റേ ആ സഹപ്രവർത്തകർ എപ്പോഴെങ്കിലും താത്തയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേണമെങ്കിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യും. അല്ലല്ല, അത് എൻ്റെ മനസ്സുപോലെ അവരതായിരിക്കണോ? എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അവർക്ക് കൊടുക്കണേ, അവർ അതുപോലെ ആയിരിക്കണ്ടല്ലോ. ഞാൻ എവിടെ എൻ്റെ സഹപ്രവർത്തകരെ പറയാറുണ്ടല്ലോ, ഞാൻ ഏത് അഭിമുഖത്തിലും പറയാറുണ്ട്, പല വേദികളിലും പറയൂ. എൻ്റെ രഹന എൻ്റെ ഏറ്റവും വലിയ ചങ്ങായിയായിരുന്നു, സുഹൃത്ത കൂട്ടാരിയാണ് ഫസീൽ താത്ത. ഈ കണ്ണൂർ സീനത്ത് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. തിരിച്ചൊരു സഹായം പ്രതീക്ഷിച്ചിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരാൾക്ക് സഹായം ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ ഈ ബാംഗ്ലൂർ പ്രോഗ്രാമിന് പോയില്ലേ, ഈ ബാംഗ്ലൂർ വേണമെങ്കിൽ ഞാൻ ഒരാളെ ഇപ്പൊ ഫോണിൽ വിളിക്കാം. ബാംഗ്ലൂർ പ്രോഗ്രാമിന് പോയിട്ട് ആ കാശ് വാങ്ങിയിട്ട് ഞാൻ എനിക്ക് എടുത്തിട്ടില്ല, ബസ്സിന് എൻ്റെ ചെലവിന് പോലും എടുത്തിട്ടില്ല. ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുക്കണം ആ പൈസ. അത് എന്തിനാണെന്ന് ചോദിക്കണ്ട. അതായത് അത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്ന എൻ്റെ അടുത്ത് പലപ്പോഴും വന്ന് കരഞ്ഞു പറഞ്ഞ ഒരാൾക്ക് ഞാൻ ആ പൈസ അയച്ചു കൊടുത്തിരുന്നത്. എന്ത് തെളിവെന്തുണ്ട്? എന്തിനാ നിങ്ങളെ തെളിയിക്കണേ? ഞാൻ എൻ്റെ പടച്ചോനായിട്ട് നിങ്ങളെ ഞാൻ അതാ പറഞ്ഞ ഫോൺ വേണമെങ്കിൽ വിളിക്കാൻ. നിങ്ങളെ തെളിയിക്കേണ്ട, നിങ്ങളാരും തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ചെയ്യുന്ന നന്മകൾ നിങ്ങളെ തെളിയിക്കണോ? ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, സ്വർണം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർക്കറിയാം, കൊടുത്തവർക്കറിയാം. ഇപ്പം ഞാനൊരു ഒരാൾക്കൊരു തറ ഇട്ട് കൊടുത്തിട്ടുണ്ട് 700 സ്ക്വയർ ഫീറ്റിൻ്റെ സ്വന്തമായിട്ട്, ഒരാളൊരു 100 രൂപ വാങ്ങാതെ. അതും ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കണ. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ആരും വലിയ ഇതൊന്നും എനിക്ക് വേണ്ട. ഈ പറയുന്നതൊക്കെ തള്ളാണോ? തള്ള നിങ്ങൾ ആരും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. തള്ള ഞാൻ ഒരാളെ മുതലൊന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല. തള്ളിയിട്ട് നിങ്ങളത് എന്തെങ്കിലും എനിക്ക് കിട്ടട്ടെ, എന്തിനേ? പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എനിക്ക് നേരെയുള്ള പ്രാർത്ഥന ഉണ്ടാവും, അതുറപ്പാണ്. എൻ്റെ ഈ ബാറിൽ ഇത് വന്നപ്പോൾ എന്നോട് ഞാൻ കൊണ്ടുപോണ കുറച്ച് ആൾക്കാരുണ്ട്, കുട്ടികൾ ജീവിക്കുന്നത്. അവരെന്നോട് കരഞ്ഞ് ഞങ്ങൾ പ്രതികരിക്കട്ടെ, വേണ്ടായിരുന്നു ഞാൻ. നിങ്ങളാരും പ്രതികരിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളൂ. പ്രതികരിക്കാൻ പിള്ളേരൊക്കെ ഉണ്ട്. അതായത് ഒരാൾ ചോദിച്ചെന്ന് പറഞ്ഞ്, നീ പോയത് ബുർദ കാണാനാണോ, അല്ല മജ്ലിസിലേക്കാണോ, അല്ല ഖുർആൻ പാരായണം കേൾക്കാനാണോ? നീ പോയതും ആ ബ്രാൻഡ് ഷാപ്പിലേക്കല്ലേ, ഈ എന്തിനാ അവിടെ പോയി? വലിയൊരു ചോദ്യം കേട്ടോ അത്. ഞങ്ങൾ അവിടെ പോയിട്ട് ഇരുന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ബാഗ് എടുത്തിട്ടില്ല, എൻ്റെ ഹാൻഡ് ബാഗ്. ഈ ഹാൻഡ് ബാഗും കൂടി എടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല ലഹരിയും വെച്ചിട്ടുണ്ടെങ്കിൽ, വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെയും കുടുങ്ങിയില്ലേ? ഞാൻ റൂമിൽ വെച്ചിട്ടാണ് വന്നിനത്. അല്ല, ഇവൻ എല്ലാത്തിനും ഒരുങ്ങിയിട്ടാണ് ഇവൻ വന്നത്. ഇവൻ എന്നെ തകർക്കണമെന്നുള്ള ചിന്തയിലാണ് ഇവൻ വന്നത്. ഇവൻ ഏത് നാട്ടായിരുന്നാ അറിയില്ല. ഇന്ന് ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത് പറയാം. അവനോടാ അവനോട് പറയാനുള്ളത്, ഞാൻ പാട്ട് പാടിയിട്ട് ജീവിക്കുന്നു, നീ ഇറച്ചി വിറ്റിട്ട് ജീവിക്കുന്നു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്നെക്കൊണ്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, നീ അതാണ് അന്നം മുടക്കുകയാണ്. പിന്നെ ഈ പണം കൊണ്ട് നീ എന്നെ വിറ്റിട്ട് റീച്ച് ഉണ്ടാക്കിയില്ലേ, ആ പൈസ ഒരിക്കലും നിനക്ക് ഉപകാരത്തിന്. എൻ്റെ ജീവിതത്തിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെ എന്തിനാണെന്നറിയോ? ശപിക്കുന്ന സ്ത്രീകളെയാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ശപിക്കാൻ. ഞാൻ ശപിക്കുകയാണ് നിന്നെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയും ചിലപ്പോൾ, നിൻ്റെ ശാപം, നീ വല്ല പാട്ടടിത്തുള്ളന്നെ നിൻ്റെ ശാപം അല്ല സ്വീകരിക്കില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷെ അള്ളാൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ്. എൻ്റെ സൗന്ദര്യത്തിലേക്കോ, എൻ്റെ മേക്കപ്പിലേക്കോ, എൻ്റെ സ്വർണത്തിലേക്കോ, എൻ്റെ ഡ്രസ്സിലേക്കോ പഠിച്ചോ നോക്കുന്നില്ല. എൻ്റെ ഹൃദയം തട്ടിയിട്ട് നിന്നോട് പറയണേ, ആ മുതൽ നീ ഇത്രയും റീച്ച് ഉണ്ടാക്കിയാൽ മുതൽ നിൻ്റെ മക്കളോ നീയോ അത് തിന്നാൻ ഒരിക്കലും നീ ഉദ, അഥവാ നീ തിന്നാൽ തന്നെ പിന്നൊരു ദിവസം നീ അത് രക്തമായി ഛർദ്ദിച്ചിട്ട് പോകേണ്ടി വരും. എന്നെ ഒരു മനുഷ്യനെയും നീ ഇങ്ങനെ ചെയ്യരുത്. നീ എന്നെ ചെയ്യാൻ ചെയ്ത്, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഞാനിത് ക്ഷമിക്കാം. പക്ഷേ ഇനി നീ ഒരാളിങ്ങനെ, നീ എന്നല്ല ആരും ഇങ്ങനെ ചെയ്യരുത്. ഒക്കെ മഹാപാപാണ് അതൊക്കെ.